Hi guys, welcome to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ പവർ സപ്ലൈ അല്ലെങ്കിൽ SMPS എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. ഓക്കെ, ഇതൊരു നോർമൽ കമ്പ്യൂട്ടറിൻ്റെ പവർ സപ്ലൈ ആണ്. ഓക്കെ, ഇത് ഏകദേശം ഒരു 450 വാട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 450 വാട്ട്സ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ മാറ്റിയതാണ്. ഓക്കെ, പഴയതാണ്. ഓക്കെ, ഇതാണ് വർക്ക് ചെയ്യാതെ ആയത്. നമ്മൾ ചേഞ്ച് ആയിട്ടുണ്ട് പുതിയതായിട്ട്. നമുക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണം, ഞാൻ എന്തുകൊണ്ടാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, കമ്പ്യൂട്ടർ ഓഫാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഓഫാവും. ഓക്കെ, കണ്ടോ, ഓഫായി. പിന്നെ ഫാൻ കുറച്ച് നേരത്തേക്ക് വർക്ക് ചെയ്തിട്ട് പിന്നെ ഓഫായി പോകും. ഞാൻ ഓൺ ചെയ്യാണ് ഇപ്പോൾ. കണ്ടോ, ഓണായിട്ടുണ്ട്. പക്ഷെ അപ്പം തന്നെ പവർ ഓഫായി. കണ്ടോ, LED വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ കമ്പ്യൂട്ടറിൻ്റെ. ഇപ്പോൾ ഞാൻ ക്യാബിനറ്റ് ഓപ്പൺ ചെയ്തേക്കാണ്. ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ വരുന്നത്. ഓക്കെ, ഇത് നമുക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത്. പവർ സപ്ലൈ അല്ലെങ്കിൽ SMPS എന്നാണ് പറയണത്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് അതിൻ്റെ കണക്ഷൻസൊക്കെ റിമൂവ് ചെയ്യാം. ഒരെണ്ണം ഹാർഡ് ഡിസ്കിലേക്കുള്ളൊരു കണക്ഷൻ. ഓക്കെ, റിമൂവ് ചെയ്തു. പിന്നെ ഇത് നമ്മുടെ ക്യാബിനറ്റ് ഫാനിലേക്കുള്ള കണക്ഷനാണ്. റിമൂവ് ചെയ്തു. ഇത്തിരി ടൈറ്റായിരുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്കുള്ള കണക്ഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ബോർഡിലേക്കുള്ള കണക്ഷനാണ് വരുന്നത്. മദർ ബോർഡിലേക്കുള്ള കണക്ഷൻ. ഇത് ഇത്തിരി ടൈറ്റായിരിക്കും. ബോർഡിലേക്കുള്ള പവർ സപ്ലൈ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പിൻ എടുത്തിട്ട് വേണം റിമൂവ് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഒരു ടൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെക്ഷനുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ വരുന്ന നമ്മുടെ ഇതിനകത്തേക്കുള്ള സപ്ലൈ. ഓക്കെ, അത് റിമൂവ് ചെയ്യാം. CPU ഫാൻ ഇതിനകത്തേക്കുള്ള സപ്ലൈ വരുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ റിമൂവ് ചെയ്തു. അപ്പം നമ്മുടെ പവർ സപ്ലൈയുടെ ഔട്ട്പുട്ടൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, എല്ലാം റിമൂവ്ഡ് ആണ്. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് സ്ക്രൂസ് റിമൂവ് ചെയ്യാനുണ്ട്. ഈ സൈഡിൽ സ്ക്രൂസ് ഉണ്ട്. നാല് സ്ക്രൂസ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ 4 സ്ക്രൂസ് വെച്ചിട്ടാണ് നമ്മുടെ SMPS ക്യാബിനറ്റിലേക്ക് അറ്റാച്ച് ആയി ഇരിക്കുന്നത്. ഓക്കെ, 4 സ്ക്രൂസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പവർ സപ്ലൈ എടുക്കാം, പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ പവർ സപ്ലൈ വരുന്നത്. ഓക്കെ, ഇത് പഴയതാണ്. 2017 ആണ്. ഏകദേശം ഒരു 5 years ആയി. ഓക്കെ, നമുക്കിനി പുതിയ പവർ സപ്ലൈ മേടിച്ചിട്ട് തിരിച്ച് ഫിക്സ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പുതിയ പവർ സപ്ലൈ കിട്ടിയിട്ടുണ്ട്. പുതിയൊരു ബ്രാൻഡാണ്, ഫോക്സിന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ,
നമുക്ക് ആദ്യം നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കണക്ഷൻസൊക്കെ ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം സൈഡിൽ നമ്മുടെ പഴയ പവർ സപ്ലൈ ഊരിയെടുത്ത പോലെ തന്നെയാണ്. അത് അവിടെ 2 സ്ക്രൂസ് വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കണക്ഷൻസൊക്കെ ചെയ്യാം. സെയിം സ്ലോട്ട്സ് തന്നെയായിരിക്കും. നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതേ പൊസിഷനിൽ തന്നെ 4 സ്ക്രൂസ് 1 2 3 4 നമ്മൾ നേരത്തെ റിമൂവ് ചെയ്തതിൻ്റെ സെയിം ടൈപ്പ് തന്നെ. ഓക്കെ, ഇനി നമുക്ക് കണക്ഷൻസിലേക്ക് പോവാം. ആദ്യം എൻ്റെ പിൻസൊക്കെ ഇടുക. ഓക്കെ, ഇത് നമ്മുടെ മദർ ബോർഡിലേക്കുള്ള പവറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയാണ് എൻ്റെ സോക്കറ്റ് വരുന്നത്. ഓക്കെ, ഈ പിൻ ആ സൈഡിലേക്കായിരിക്കും. ഓക്കെ, നിങ്ങൾക്കൊരു ക്ലിക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കും. അത് ടൈറ്റ് ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഓരോ കണക്ഷൻസ് ചെയ്യാം. ഇത് നമ്മുടെ ഡിവൈസിലേക്കാണ്, CD ഡ്രൈവിലേക്കാണ്. ഇത് നമ്മുടെ ഡ്രൈവിലേക്കുള്ളതാണ്. ഓക്കെ, പവർ പിൻ. ഓക്കെ, കറക്റ്റായി ഇൻസേർട്ടായി. നിങ്ങൾ ആ പിൻ ശ്രദ്ധിച്ചിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാൻ. അതേപോലെ അവിടെയുള്ള പ്രൊവിഷനും നോക്കിയിട്ട് വേണം. ഓക്കെ, ഇനി നമുക്ക് ഫാനിൻ്റെ കണക്ഷൻ. ഇത് കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് കേബിൾ ഫാനാണ്, അല്ല ക്യാബിനറ്റിൻ്റെ ഫാനാണ്. ഓക്കെ, കണക്റ്റഡായി. ഇനി നിങ്ങൾക്ക് വരുന്നത് CPU ഫാനാണ്. ഇതിൻ്റെ പിന്നാണിത്. കണക്ഷൻ പിൻ ഇവിടെയാണ്, സോക്കറ്റ് ഇവിടെയാണ്. ഓക്കെ, അതിൻ്റെ ഇതാണ് മറ്റേ സോക്കറ്റിലേക്ക് ഇൻസേർട്ട് ആവുന്ന. ഇതൊരു സെക്ഷൻ എങ്ങനെയാണെന്ന് നോക്കുക. ഇതിപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കണേ. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഒരു സൗണ്ട് കേൾക്കും, ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും കറക്റ്റായി ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്ന ഹാർഡ് ഡിസ്കിലേക്കുള്ള പവറാണ്. ഓക്കെ, ഇതാ വരുന്നത് കണ്ടോ. നേരത്തെ മുകളിൽ സെയിം ടൈപ്പ് പിൻ തന്നെ. നമുക്ക് ഹാർഡ് ഡിസ്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെയിം പോലെ തന്നെയാണ് കണക്ഷൻ വരുന്നത്. നേരത്തെ അവിടെ ചെയ്ത പോലത്തെ തന്നെ ടൈപ്പാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സാറ്റ കേബിൾ റിമൂവ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ ടൈപ്പ് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ആദ്യം ഇത് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇത്ര ടൈറ്റാണ്, ഇൻസേർട്ടായി. നമുക്ക് സാറ്റ കേബിൾ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പവർ കണക്ഷൻസ് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം പവർ സപ്ലൈയിൽ നിന്ന് നമ്മൾ
ഡ്രൈവിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ നമ്മൾ മദർ ബോർഡിൽ കണക്ട് ചെയ്തു. ഹാർഡ് ഡിസ്കിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ നമ്മൾ CPU ഫാൻ കണക്ട് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ ക്യാബിനറ്റിൻ്റെ ഫാനിലേക്ക് കണക്ട് ചെയ്തു. ഇത്രയാണ് നമ്മുടെ പവർ സപ്ലൈ ആവശ്യമുള്ള ഏരിയാസ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് GPU ഇല്ല, അതായത് മറ്റേ ഗ്രാഫിക്സ് കാർഡ് ഇല്ല. ഇൻബിൽട്ട് ഗ്രാഫിക്സ് ഉള്ള മദർ ബോർഡാണ്. ഗ്രാഫിക്സ് കാർഡ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡും കൂടി കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിന് ചിലപ്പോൾ 450 വാട്ട്സ് ഒന്നും പറ്റില്ല, ചിലപ്പോൾ 600 ആൻഡ് എബവ് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ പവർ സപ്ലൈ കണക്ഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാബിനറ്റ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം, ഓൺ ചെയ്ത് നോക്കാം കമ്പ്യൂട്ടർ. ഓക്കെ, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, നേരത്തെ ഇത് ഓൺ ആയിരുന്നില്ല. ഇത് സ്വിച്ച് ഓഫ് ആയിട്ട് പവർ സപ്ലൈ സ്റ്റോപ്പായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് ഓണാണ്. നമുക്ക് ഇനി ഡിസ്പ്ലേ നോക്കാം. ഓക്കെ, അത് ഓഫ് ആയതുകൊണ്ടാണ് സ്റ്റാർട്ട് വിൻഡോസ് നോർമലി. ഓക്കെ, സ്ക്രീനും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇഷ്യൂ പവർ സപ്ലൈയുടെ തന്നെയായിരുന്നു. അപ്പോൾ അത് റിസോൾവ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, താങ്ക് യു.